ഗുഡ് മോർണിംഗ് സാർ. ശ്വാസം വിടണോ, ചത്തുപോകും. ശ്വാസം പിടിക്കാണ്ട് വയറ് ഉറക്കാൻ നോക്ക്. ചെയ്തോളാം സാറേ. എന്താ നിനക്കത് വലിച്ചിടാനാണോ? ഹലോ സർ, ഐ എം സതീഷ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഗ്ലാഡ് ടു മീറ്റ് യു. ഹലോ ഹലോ. ആ ഡ്രങ്കൻ ഡ്രൈവേഴ്സിൽ ഇഡിയറ്റ് എവിടെ? വലിയ മര്യാദക്കാരനായിട്ട് സാറ് കൈ കൊടുക്കുന്നില്ലേ, അയാളാണ് ആ ഇഡിയറ്റ്. ഇതെന്താ നേരത്തെ പറയായിരുന്നു നീ? അടുത്തെന്താ? ഒരുപാട് പേരിന്ന് വിട്ടിട്ടുണ്ട് സാറേ. എനിക്ക് സമയമില്ല, ഞാനിത് സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ഇങ്ങോട്ട് വന്നേ. നമസ്കാരം സർ. എടാ നീ മാസത്തിൽ 30 ദിവസവും വെള്ളം കുടിക്കൂടാ? എടാ ഡെയിലി കുടിക്കാൻ എന്താണ് ഇത്, ടോണിക്ക? എടാ മദ്യോടാ. നീ കല്യാണം കഴിച്ച പെണ്ണുമ്പിള്ളയും പിള്ളേരെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോടാ? നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ മഹാലക്ഷ്മിക്ക് നിന്നെ കൊണ്ട് എന്തൊക്കെ ഉപദ്രവം കെട്ടിട്ടുണ്ടോടാ? ഹലോ സാർ, അത് മഹാലക്ഷ്മി ഒന്നും അല്ല. ദാ അങ്ങോട്ടൊന്ന് നോക്ക്. ആരടാ ഇത്? എന്റെ ഭാര്യയാണ്. ആ അയ്യോ, കുടുംബം മൊത്തം ഇത് തന്നെയുള്ളടാ പണി. നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലടാ. സാർ, എന്നെ പറ്റി എന്ത് വേണേലും പറഞ്ഞു, ഭാര്യയെ പറ്റിയും പറഞ്ഞു. പക്ഷെ എന്റെ ജോലിയെ കുറിച്ച് മാത്രം ഒരു കുറ്റവും പറയരുത് സാർ. അത്രയും വലിയ ജോലിയാണോ നീ ചെയ്യുന്നത്? അതെ സാർ, ലേറ്റസ്റ്റ് ബിസിനസ്സാ. പദയാത്രയാണ് സാർ. പാദയാത്ര എന്ത് ബിസിനസ് ആടാ? അതൊക്കെ ചെയ്യാം സാർ. അതിരാവിലെ എഴുന്നേക്കണം, പിന്നെ പല്ല് തേക്കണം. ചെയ്തില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാർട്ടിക്കാരുടെ ജാഥയിൽ പോണ്ടി വരും. ഒരു ദിവസം ചുവപ്പ് കൊടി, ഒരു ദിവസം കറുത്ത കൊടി, ഒരു ദിവസം പച്ചക്കൊടി, ഒരു ദിവസം മഞ്ഞക്കൊടി. ഇത്രയും കളർ കാണും. ഞാനും എന്റെ ഭാര്യയും അവന്മാരുടെ കയ്യിൽ നിന്ന് ഈ കൊടികളൊക്കെ മേടിച്ചിട്ട് ആരുടെ കൂടെയാണോ പോകേണ്ടത് അവന്മാരുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്താന്ന് വെച്ചാ, രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചക്കാണെങ്കിൽ ബിരിയാണിയും ബട്ടറും, രാത്രിയാണെങ്കിൽ പിന്നെ നോൺ വെജ് വിത്ത് ക്വാർട്ടർ. അത് മാത്രമല്ല, ഡെയിലി 200 രൂപയാ ബാറ്റ. ഞങ്ങളെക്കാൾ നീ ഒരുപാട് ബെറ്റർ ഉണ്ടാ. രാജകീയ ജീവിതമല്ലേ. ഈ ജോലിയെ പറ്റി ആരെങ്കിലും പറഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കോ? നിങ്ങൾക്ക് വേണമെങ്കിൽ പറ സാർ, ഞാൻ നിങ്ങളെയും കൊണ്ടുപോവാം. നാണിച്ച് നിക്കല്ലേ സാറേ. ഈ കക്ഷി ആ കക്ഷി എന്നൊന്നുമില്ല. ഏത് കക്ഷി ജയിച്ചാലും ഞങ്ങൾക്കാ കോള് വരിക. അത് മാത്രമല്ല, ഞങ്ങൾക്ക് മിനിസ്റ്റർ ലെവലിലാ ബന്ധങ്ങള്. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാ. റൈറ്ററേ, ഇവന്റെ കയ്യൊപ്പ് വാങ്ങിട്ട് പറഞ്ഞു വിട്ടേക്ക്. നമസ്കാരമുണ്ട്. അയ്യരാ, നിങ്ങളോ? ഞാൻ എന്തു പറയാനാ സാറേ, വൈൻ ഷോപ്പിന്റെ ഉദ്ഘാടന പൂജയ്ക്ക് പോയതാ. അവരെനിക്ക് ദക്ഷിണ തന്നത് പോരാതെ കയ്യിലൊരു ബോട്ടിലും തന്നു സാറേ. അത് ഞാൻ തീർത്താണെന്ന് വിചാരിച്ച് കുടിച്ചു സാറേ. തലയിലെഴുത്ത്. പോയിട്ട് വാ. സാറിനോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടാ? അതെ സാർ. പേഴ്സണലായിട്ടാ? നീ തീരുമാനിച്ചു കഴിഞ്ഞു? ശരി വാ. എങ്ങനെ ഇരിക്കണം നമ്മുടെ പേഴ്സണൽ ഡിസ്കഷൻ? വളരെ നന്നായിരുന്നു സാർ. ഇനി സാറുമായിട്ട് ഞാൻ പേഴ്സണൽ ഡിസ്കഷൻ ഒന്നും ചെയ്യില്ല. ഗുഡ് ബോയ്. പക്ഷെ നിങ്ങൾ ചെയ്തത് ഗുഡല്ല സാറേ. ഞങ്ങൾ ബാങ്കോക്ക് വെച്ച് കുടിച്ചതിന് ഇവിടെ നിന്ന് അടിക്കുന്നത് എന്തിനാ സാറേ? ബാങ്കോക്കിൽ നിന്ന് കുടിച്ചാലും ഇവിടെ വന്ന് വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഞങ്ങളുടെ വിഷമം സാറിന് അറിയാഞ്ഞിട്ടാ. ഞങ്ങൾ 3 പെഗ്ഗേ അടിച്ചുള്ളൂ, നിങ്ങളൊക്കെ 30 അടിക്കുന്നല്ലേ സാറേ? പിന്നെന്താടാ പ്രശ്നം? അവനെന്റെ ഫ്രണ്ടാ സാറേ. അവന്റെ വൈഫിന് നാളെ കല്യാണമാണ് സാർ. അവന്റെ വൈഫിന് നാളെ കല്യാണമായിട്ട് നീ ബാങ്കോക്കിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നല്ലേ? അതാര്? അതവന്റെ ഗേൾഫ്രണ്ട് സാറേ. എന്തൊക്കെയാടാ ഇതൊരു വലിയ ലോങ് സ്റ്റോറിയാ സാറേ. ഓ, അത്രക്ക് നീണ്ടതാണോ? ശരി വാ, നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. വാ. കള്ളുകുടിയന്മാർക്ക് മര്യാദ കൊടുക്കുന്നു. ആരാ ചെയ്തത്? 1-to-1 പീസിൽ കേസെടുക്കട്ടെ സാറേ? വയറ് കുറച്ചില്ലെങ്കിലും തല വറക്കിയോല്ലോ. ഇരിക്കവിടെ ഇരിക്ക. പറയേ, എന്താ പ്രശ്നം? സാർ, ഈ സന്ദീപ് പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് ഞാൻ മലേഷ്യയിലേക്ക് വരുവാന്ന് അങ്ങനെ പറഞ്ഞു സാറേ. Good morning, sir. വെരി ഗുഡ് മോർണിംഗ്. How many rooms? You want 3 rooms? എടാ 3 റൂമൊക്കെ എന്തിനാ? 2 മതി. നീ വേസ്റ്റ് ആടാ. ഒരു റൂം മതി. എന്തായിരുന്നു? 2 rooms please. ജൂബിലിമല, ബഞ്ചാരമല, ജൂബിലിമല, ബഞ്ചാരമല. എവിടേക്കാ?
ഞാൻ അവന്റെ റൂമിലല്ലേ കിടക്കുന്നത്. അയ്യോ എനിക്ക് തനിച്ചിരിക്കാൻ ഭയങ്കര പേടിയാ. ഏയ് അവന് കല്യാണമെന്ന് അറിയില്ലേ? ഹലോ, ഞാൻ അതിനെ ഇയാളെ തിന്നാനൊന്നും പോകുന്നില്ല. മാറി നിൽക്കാം. ഓ ദൈവമേ, ഇതൊരു സാധാരണ പെണ്ണല്ലല്ലോ. അയ്യോ ദൈവമേ, ആ ചെക്കനെ ആ പെണ്ണിൽ നിന്ന് രക്ഷിക്കണേ. നീ തന്നെയേ രക്ഷിക്കുള്ളൂ. മലേഷ്യയിലാണെങ്കിലും എന്റെ സെന്റിമെന്റ് ഞാൻ ഫോളോ ചെയ്യും. പെട്ടെന്ന് പൊളിച്ചെന്ന് ഞാൻ കുളിക്കട്ടെ. അവര് റൂമിൽ എന്തൊക്കെയാ ചെയ്യുന്നാവോ? ഇതൊക്കെ എന്താടാ? ഏതാണ് ആ പെണ്ണ്? ഇന്നേ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഓഫീസിൽ നിന്ന് ഏൽപ്പിച്ചൊരു വലിയ വർക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഡേ ആടാ. ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാം. അതല്ലടാ. എടാ ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വന്നിട്ട് ഡിസ്കസ് ചെയ്യാന്ന്. പിന്നെ ഒരു കാര്യം, അവളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടല്ലോ. പ്രത്യേകം ശ്രദ്ധിച്ചോണമെന്ന്. അവനാണല്ലോ വിളിക്കുന്നേ. എടുക്കണോ? വേണ്ട. Come on. Yes. ഹലോ, എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? ഞാൻ വർക്കിലായോണ്ടല്ലേ, അതുകൊണ്ടല്ലേ ആൻസർ ചെയ്യാൻ പറ്റാഞ്ഞത്. അല്ല എന്റെ ഫോൺ നീ എന്താ ആൻസർ ചെയ്യാത്ത? ഓ അതാണോ? അത് ഞാൻ ബാത്റൂമിൽ ഫ്രഷ് ആവുമായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റാതിരുന്നേ. ഓ അപ്പൊ ഫ്രഷ് ആയല്ലേ? എന്നാ ഫ്രഷ് ആയിട്ടൊന്ന് കാണുന്നുണ്ട്. ഏയ് പ്ലീസ് ഡാ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യ്. ഇപ്പോൾ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ എന്ത് ഡ്രസ്സിലാണോ ഉള്ളത് അങ്ങനെയുള്ളൊരു ഫോട്ടോ അതൊന്നും പറ്റില്ല. എനിക്ക് കാണണം. കാണുന്നത് നിർബന്ധമാണോ? ഒരു 5 മിനിറ്റിൽ ഞാൻ താഴേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ഞാൻ ഓൺലൈൻ വരും. അത് ശരി. വേഗം വാ, വേഗം വാ, വേഗം വാ.
അവൻ വരാൻ പറഞ്ഞിട്ട് ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നത്. പക്ഷേ നാശം. ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് പറയാന്ന് പറഞ്ഞു. 3 മണിക്കൂർ കൊണ്ട് എന്നെ മലേഷ്യയിൽ കൊണ്ടുവന്നു. ഹലോ, എന്താ കാര്യം? എവിടെയുള്ളതെന്ന് പറയാൻ ഇത്ര നേരം? ഇവിടെ ബെൻ സർക്കില്ല. എവിടെ? ബെൻ സർക്കിളിലോ? നിനക്ക് നുണ പറയാൻ ഒരു നാണമില്ലേ? മാഡം വിളിച്ചായിരുന്നു, നീ സന്ദീപിന്റെ ഒപ്പം മലേഷ്യയിൽ പോയിന്ന്. അതെന്താ എന്നോട് പറയാതിരുന്നേ? നീ വിടില്ലെന്നല്ല, എന്റെ കൂടെ നീയും വരില്ലേ? ശരി, എനിക്കെന്താ വാങ്ങിച്ചോണ്ടരാ? ഞാൻ ഫോൺ വെക്കാം. ആ, മൂഡ് കയറ്റാൻ വേണ്ടിട്ട് നല്ലൊരു ഫിഗറുണ്ട്. പിന്നെ എന്തിനാ അവൻ എന്നെ ഈ മലേഷ്യയിലേക്ക് കൊണ്ടുവന്ന്? അടുത്ത 3 ദിവസത്തിൽ ഇവന് കല്യാണം. ഇനി അവളെങ്ങാനും വല്ല വലയും വിരിച്ചിട്ടുണ്ടോ? ഇനി അവർ രണ്ടുപേരും എനിക്കിട്ട് പണിതാണോ? അയ്യോ, അവൻ തിരിച്ചു വന്ന ഉടനെ എന്താ കാര്യം എന്ന് അന്വേഷിക്കണം. അയ്യോ അയ്യോ, എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഓ, ടിവിന്നാണോ? അത് നോ നോ ആൻഡ് നോ. നിന്റെ ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യില്ല. ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് നീ ആൻസർ ചെയ്യണം. ഓക്കെ? അപ്പൊ നീ ഈസി ഉള്ള ചോദ്യം ചോദിക്കും കേട്ടോ. ഓക്കെ. പൊളിറ്റിക്സ്, ഗെയിംസ്, മൂവീസ്. ചോയ്സ് ഈസ് യുവേഴ്സ്. മൂവീസ്. ഡൽഹിയില് നിന്നെപ്പോലെ ഒരു തടിച്ചവൻ എന്തിനാ ഓണർ ഉറങ്ങുമ്പോ ഫോട്ടോ എടുത്തത്? അയ്യന്റെ മോനെ. അല്ലെങ്കിൽ ടൈറ്റാനിക് ഫിലിമില് കേറ്റ് വിൻസ്ലെറ്റ് ചെയ്തതുപോലെ ഞാൻ ന്യൂഡായിട്ട് ഉറങ്ങണോ? എന്റെ പടം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? അതെ, പോലീസുകാരാ. ആരടാ നീ? എന്റെ വീടിന്റെ മുറ്റത്ത് നിങ്ങളുടെ മരം. നിന്റെ വീടിന്റെ മുറ്റത്ത് എന്റെ മരമാ? അങ്ങനെ അല്ലാതെ പിന്നെ എന്തുവാ സാറേ? വിസ്കി, റമ്മ്, ജിന്ന്, ബ്രാൻഡി, വോഡ്ക, നല്ല ചെല്ല് ബിയർ, ഇതുപോലുള്ള 70 തരം സാധനങ്ങൾ നല്ല രീതി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷം ഏകദേശം 7 ലക്ഷം രൂപ ഞാൻ ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഞാൻ 2 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാ. അങ്ങനെയുള്ള ഞാൻ മോശക്കാരന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സാറേ? ഞാൻ എന്ത് നശിപ്പിച്ചെന്നാ നീ പറയാ? നിന്നെ തന്നെ ഞാൻ നശിപ്പിക്കണം. നീ ആരോട് സംസാരിക്കുന്നറിയോ? നിങ്ങളെ കുറിച്ച് അറിയേണ്ട കാര്യം എന്താ എനിക്ക്? നിങ്ങൾ എന്താ ഇവിടെ നാടകം കളിക്കാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വണ്ടി ഓടിച്ചതിന് എന്റെ ബാറിൽ നിന്ന് കള്ളു കുടിച്ചിറങ്ങുന്നവരെ പിടിച്ചിട്ട് എന്റെ ബിസിനസ് മുഴുവൻ തകർക്കുമല്ലേ? നിന്നൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒറ്റോട് തന്നെ വെറുതെ വിടില്ല ഞാൻ. എന്റെ ബോഡി മൊത്തം ചൂടായിരിക്കുക. അടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. ഇതുപോലെയൊക്കെ തന്നെ നാളെയും ചെയ്താലുണ്ടല്ലോ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒറ്റോട് തന്നെ വെറുതെ കാണിച്ചു. ഇവരെ പിടിച്ചകത്തിട. സാർ, പ്രഷർ കുറഞ്ഞു പോയതാ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാർ. ഡേയ്, അതൊക്കെ പിന്നെ നാടകോടാ. ഇവരെ പറ്റി നിനക്ക് അറിയില്ല അല്ലേ? സാർ, എന്റെ അങ്കിളിന് ഇങ്ങനെ സംഭവിച്ചതാ. എന്റെ സിസ്റ്റർ ഒരു ഡോക്ടറാണ് സാർ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ, പ്ലീസ്. അല്ലെങ്കിൽ ആളും മരിച്ചു പോകും സാർ. ആംബുലൻസ്! ഗുഡ്. നീ കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ജീവൻ പോവാണ്ട് രക്ഷിച്ചു. നിന്റെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ശരി, വാ, ബാക്കിയുള്ള കഥയൊക്കെ കേൾക്കാം. ആദ്യമായിട്ട് നമ്മൾ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ അതൊക്കെ ഓർമ്മയില്ലാതെ ഓർക്കുമ്പോ തന്നെ ഒരു സുഖം. അന്ന്
എന്താ അങ്ങനെ പറഞ്ഞത്? ഹായ്. ഹലോ, നമുക്ക് വെറുതെ ഒന്ന് നടന്നുകൊണ്ട് സംസാരിച്ചാലോ? ഓക്കെ. ആക്ച്വലി എൻ്റെ സിസ്റ്ററാ പറഞ്ഞത് തന്നെ ഒന്ന് നേരിൽ ഒന്ന് കാണാനായിട്ട്. അപ്പൊ നിനക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അയ്യോ, അങ്ങനെയല്ല. ആക്ച്വലി എനിക്കും തന്നെ നേരിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടുണ്ടാന്ന് തോന്നി. ഇപ്പൊ എന്നെ കണ്ടില്ലേ? How am I looking? ആട്ടെ, ഞാൻ എങ്ങനെ ഉണ്ട്? നീ കാറിൽ വന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടത്. ഓക്കെ, ബട്ട് ആവറേജ്. ഓ, അപ്പൊ ശരി, എൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി, ബൈ. ഓക്കെ. ഒന്നും പറയാതെ പോയത് ആവറേജ് എന്ന് പറഞ്ഞ ഫീൽ ആയിട്ടുണ്ടോ? ശരിയാക്കി തരാം. ഹലോ. എനിക്ക് തൻ്റെ മുമ്പിൽ വെച്ചത് പറയാനായിട്ട് ചെറിയൊരു മടി തോന്നിയതാ. എന്താ? എനിക്ക് കുറച്ച് എക്സ്ട്രാ ലാർജ് ഇഷ്ടം. എനിക്കൊക്കെ ആ? കട്ട് ചെയ്തു അപ്പോഴേക്കും. എനിക്ക് നിന്നെ പോലുള്ള പയ്യന്മാരെ ഭയങ്കര ഇഷ്ടമാ. ഹലോ, ഏയ് ഏയ് ബണ്ണി ഗയ. ചൈത്തുനെ വിളിച്ച് ചോദിച്ചാലോ? ഇവനെന്തിനാ വിളിക്കുന്നത്? ഹലോ, ഹലോ ചൈതു, ആളെ കണ്ടറാ. അവള് എന്നെ ബണ്ണി ഗൈ എന്നാ വിളിക്കുന്നത്. എടാ, ഈ ബണ്ണി ഗൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞോ? സൂപ്പർടാ. എടാ, എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ. നീ തിരിച്ചു മറുപടി എന്താ കൊടുത്തേ? വിളിച്ചിട്ട് ബബ്ലി ആയതുകൊണ്ട് എക്സ്ട്രാ ലാർജാന്ന് പറഞ്ഞു. നീ പറഞ്ഞത് കറക്റ്റാടാ. എന്താ അറിയാ, കാര്യം എന്താന്ന് പറ. ഒന്നുമില്ല മച്ചാ, നിനക്കൊരു കാര്യം അറിയോ? മുയലിന്റെ 2 പല്ല് മുമ്പിൽ വലുതല്ലേ? എടാ, കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു മുയലില്ലേ, എപ്പോഴും ക്യാരറ്റ് കഴിച്ചോണ്ടിരിക്കുന്ന ആ മുയൽ തന്നെയാടാ. അതിന്റെ പേരാണ് ബണ്ണി. അതുകൊണ്ടാണ് അവള് നിന്നെ ബണ്ണി ബണ്ണി എന്ന് വിളിക്കുന്നത്. ഞാനും ഇത് ഏതോ TV ഇന്റർവ്യൂവിൽ ഈ അടുത്ത് കണ്ടായിരുന്നു. ഇതാണ് കാര്യം. അതുകൊണ്ടാണ് അവള് നിന്നെ ബണ്ണി ബണ്ണി എന്ന് വിളിക്കുന്നത്. ബണ്ണി ബണ്ണി ബണ്ണി. വിളിച്ചാൽ മാത്രം നീ ഫോൺ എടുക്കില്ല. ഈ വണ്ടി ആയിരുന്നാ? നിനക്കിപ്പോ എന്താ പ്രശ്നം? ഇവിടെ ബൈക്ക് റെന്റിന് കിട്ടാനുണ്ട്, അങ്ങനെ എടുത്താ നമുക്ക് ചുമ്മാ ജോളിയായിട്ട് റൈഡ് പോയിട്ട് വരാളിയാ. ജോളിയായിട്ട്? നീ ജോളിയായിട്ട് വണ്ടി ഓടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അവിടെ അവളെ എന്നെ വെച്ചോണ്ട് നല്ല ഗെയിംസ് കളിച്ചോണ്ടിരിക്കുക. വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നൊക്കെ കളിച്ചോണ്ട് എന്നെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. സന്ധ്യ കൂടെ പോയത് ആർക്കറിയാം? എന്റെ കൂടെ കളിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് എന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ആരുടെ കൂടെ എന്താ കളിച്ചോണ്ടിരിക്കുന്നെന്ന് ആർക്കറിയാം? നിന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹലോ, അതൊക്കെ ചോദിച്ചു. അവൻ ആരാ എന്നോട് ചോദിക്കാൻ? എന്നെ തടയാൻ നീ ആരാണെന്ന് പറഞ്ഞ് വാ പൊത്തിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ് അവള് ബാറിലേക്ക് അങ്ങ് പോയി. നീ വല്ലതും തിന്നു? നന്നായിട്ട് കഴിച്ചു. ഓക്കെ, നിനക്ക് ഇത് തന്നെ കിട്ടണോടാ. അവിടെ ഏയ് മിണ്ടാതെ വാടാ. എവിടെ ചെന്ന് അവളെ അന്വേഷിക്കാനാ? അവിടെ പോയി ചപ്പടാ. നല്ല ചെറുതാണല്ലോ. ഓ, വന്ന പണി നോക്കാം. എവിടെ പോയി തപ്പൂടാ? കുറച്ച് കെയർഫുൾ ആയിരുന്ന വല്ല കുഴപ്പമുണ്ടോ? എടാ, ആദ്യം ആ ക്യാപ്പ് ഇരിക്കുന്നതാ. വെയിൽ കൊണ്ട് മണ്ട പൊള്ളും. നീ എന്ത് ചെയ്യുമെന്ന് പറ. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ. നീ ടെൻഷൻ അടിക്കാതെ. അവൾ വളരെ ബോൾഡ് ആയിട്ടുള്ള പെണ്ണല്ലേ. അടിച്ചിട്ട് എവിടെയെങ്കിലും കിറുകിയിരിക്കുന്നുണ്ടാവും. നീ വേഗം വാ. ഇതേ കണ്ടില്ല അവിടെ? ഞാൻ പറഞ്ഞല്ലേ, നോക്ക് എങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നെന്ന്. മതി മതി, ചെല്ല്, വാ വാ. എടീ, ഹായ് ഡാർലിംഗ്.
ഹലോ. ഹായ്. സാറിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? കോഫി കുടിക്കുക. നിന്റെ ആൾ എന്താ ചെയ്യുന്നത്? ആംഗിൾ സെറ്റ് ചെയ്യ. കോഫിയൊക്കെ കുടിച്ചോ? എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്, അറിയോ? ഒരുപാട് കണ്ടല്ലോ. ആ, എന്നെ തന്നെ. നിന്നെ പോലെ അല്ലല്ലോ എല്ലാവരും. എല്ലാവർക്കും പല പല സ്വഭാവമല്ലേ. താൻ എക്സ്ട്രാ ലാർജാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതുവരെ എനിക്കൊന്നും കാണാൻ ഭാഗ്യമുണ്ടായി. ആ, എന്തിനാടി ഇതൊക്കെ കാണിക്കുന്നേ കല്യാണത്തിന് മുമ്പ്? നീ കാണിക്കോ റെഡിയാണോ നീ? ഓടി. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്ക് ഇല്ലാത്തോണ്ടാ. അവനെ എന്റെയാ. ഓക്കേ സാർ ഇങ്ങോട്ട് നോക്ക്. കൈ എടുക്കടാ. ഞാൻ അങ്ങനെ ഓടിപ്പോകുന്ന ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ് സാറേ. എന്റെ അമ്മോ, ഇവള് കാണാൻ അനുഷ്കയെ പോലെ ഉണ്ടല്ലോ. അങ്ങോട്ട് കയറിക്കോ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവില് പിടിച്ചാ സാറേ. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോ ഇപ്പോ ഷേവ് ട്രീസ് അങ്ങനെയല്ല പറയേണ്ടത്. സേവ് ട്രീസ് ദേ സേവ് യു. കറക്റ്റ്. എനിക്ക് മരം വളർത്തു ജീവൻ രക്ഷിക്കുന്ന എല്ലാരും പറയുന്നത്. ഞാൻ നട്ടപ്പോ എന്നെ പിടിച്ച് അകത്താക്കി. മരം നട്ടതിനെന്തിനാ നിന്നെ പോലീസ് പിടിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ കഞ്ചാവ് ചെടിയല്ലേ നട്ടെ. എവിടെ നോക്കിയാലും വലിയ ബാറുകൾ, പിന്നെ വൈൻ ഷോപ്പും റെസ്റ്റോറന്റും ഒക്കെ അവിടെ എവിടെ തുറന്ന് കിടപ്പുണ്ട്. എന്നാൽ അവിടെ പോയി ഞങ്ങൾ ഒരു കുപ്പി വാങ്ങിയാൽ നിങ്ങൾ ഞങ്ങളെ പിടിച്ചകത്താക്കും. നമ്മൾ കുടിച്ചിട്ട് ഈ ഗവൺമെന്റിനെ ഒന്ന് രക്ഷപ്പെടുത്താന്ന് കരുതിയപ്പോ നീ കുടിച്ച് വണ്ടി ഓടിക്കുമ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലേ? ഇൻസ്പെക്ടർ സാറിന് നല്ല വിവരമുണ്ട് കേട്ടോ. അയ്യോ, മൂടിക്കോളാം. ഞാൻ വായ മൂടിക്കോളാം. നീ വായടക്കാൻ പാടില്ല. ഓ, അപ്പൊ സെൻസർ ഓഫീസറും കൂടിയാ. ഇതെന്താ ഇത്? ഇതില് ജിന്നില് ലിംക മിക്സ് ചെയ്തതാ. ഓ, ഇപ്പൊ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങി. വേറെ എങ്ങനെ മിക്സ് ചെയ്യാനാ? നീ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് കുടിച്ചോ. എന്നാ പോലീസിനടി കുടിച്ച കിക്ക് മൊത്തം പോയി കിട്ടി കേട്ടോ. പോലീസായി ഇങ്ങനെ തന്നെ വേണം. സാർ, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. എന്താ സാർ, സാറിന് കുടിക്കാനാ? നീ കള്ളു കുടിച്ചതിന്റെ തെളിവിന് വേണ്ടി. എടേ, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. ഇവനെടുത്ത് സെല്ലിലടക്ക്. പറ. ഞാൻ ഇവനിട്ടൊന്ന് കളിപ്പിക്കട്ടെ. ഫോട്ടോ എടുക്കാൻ. എനിക്ക് 2 സ്റ്റേറ്റിലും 2 എസ്റ്റേറ്റ് ഉണ്ട്. 2 BMW കാറും ഉണ്ട്. 20 കോടി ബാങ്ക് ബാലൻസും ഉണ്ട്. ഇതിലെല്ലാത്തിലുപരി ഞാൻ സുന്ദരിയുമാണ്. മനസ്സിലായോ നിനക്ക്? പിന്നെ വേറെന്ത് വേണം നിനക്ക്? നിനക്കെല്ലാം ഉണ്ടെങ്കിലും ഒരെണ്ണം ഇല്ല. എന്താ? സ്ത്രീത്വം. കാണാൻ നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഇവനോട് സംസാരിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇവരെന്താന്ന് വെച്ചാൽ സംസാരിക്കട്ടെ. വാ,
വാ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. വാ വാ എല്ലാരും വാ. വാ വാ നമുക്ക് പോവാം. എടാ പറയടാ. നീ എവിടെയുള്ളത്? ഓൺ ദി വേടാ. ശരി, ഞാൻ ഹോട്ടലിലെ പബ്ബിലുണ്ട്, നീ വേഗം വാ. ഓക്കേടാ. ആ ഛേ, എന്തൊക്കെ ഈ നടക്കുന്നത്? എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വേറെ ഒരു വോഡ്ക ലാർജ്. ഓ ഇവിടെയാണോ? നല്ല കേക്കാണല്ലോ. കള്ളു കുടിച്ചോണ്ടോ? ഓ ലൈറ്റർ എടുക്കും. ഏയ് താടാ. സിഗരറ്റും വലിക്കുന്നവൾ. ഇവളെ കണ്ട് ഇവനെങ്ങനെയാ വീണത്? ഡേയ് ദാ ഇങ്ങോട്ട് വാടാ. ഹലോ, നീ ഇവിടെ നിന്ന് ഊതി വിട്. ഓക്കേ തടിയാ. എന്താ പരിപാടി? ആരാടാ ഇത്? വെള്ളം അടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. നിനക്ക് 3 ദിവസത്തിൽ കല്യാണാടാ, അതിന്റെ വല്ല വിചാരമുണ്ടോ? കൂടാവളിയാ, ഇത് ബാറല്ലേ, നമുക്ക് റൂമിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്യാടാ. മോശം, അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഒരു വോഡ്ക ലാർജറിന് എടുത്തേ. അവനത് കൺഫ്യൂഷൻ. ഓക്കേ ഡാർലിംഗ്. എടാ, നിന്റെ കവിളിലല്ലേ ആ ലിപ്സിന്റെ മാർക്ക് ഇരിക്കുന്നത്? നിന്നെ കൊണ്ടുപോയി അവൾ എന്താണ് ചെയ്ത്? കുഴപ്പമില്ലല്ലോ, എപ്പോഴും ഇത് ഓർഡർ ചെയ്ത്. ഇന്ന് എന്റെ ബ്ലഡ് മൊത്തം കുടിച്ചോ? അതിനി ഒരുപാട് സമയമുണ്ട്. എന്റെ ദൈവമേ. നീ പിന്നെ വഴക്ക് പറഞ്ഞല്ലേ, മനസ്സിലാതല്ലേ ചിന്തിച്ചത്? അതേടി, നിന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്ക. ഓ തണുപ്പില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മൊത്തം അങ്ങ് കുടിച്ചേ. പിക്കപ്പിന് വേണ്ടി. പിക്കപ്പാ? പിക്കപ്പാ? വേസ്റ്റാ. നീ വാ ഡാർലിംഗ്. എനിക്ക് മനസ്സിലായി. ഈ അലവലാതി ഉണ്ടല്ലോ, കല്യാണത്തിന് മുമ്പേ മലേഷ്യയിലേക്ക് വന്നത് ഗേൾഫ്രണ്ട് ആയിട്ട് ചുറ്റി അടിക്കാനാ. അവൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നടുവിലിരുത്തിക്കൊണ്ട് ചേച്ചി അറിയാതെ കാര്യം സാധിക്കാനാ. ഫിക്സ്ഡ്. മച്ചാനാണെങ്കിൽ തലേ കയറി ഇരിക്കണം. നിന്റെ കൺഫ്യൂഷൻ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? വാ, നമുക്ക് റൂമിലോട്ട് പോയി. ആരടാ നീ? ഇലക്ഷൻ ക്യാമ്പയിന് പോകുന്ന കാറിനകത്ത് മൊത്തം ബീറാണ് സാർ. എന്ത്? ബൈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിന് ശേഷം നീ എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് അടിക്കും. ഞാൻ ഇനിയും വ്യക്തമാക്കണമെങ്കിൽ ഇത് കോൺസിപ്രസി ഓഫ് ഓപ്പോസിഷൻ. എല്ലാ വീട്ടിലും കള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇപ്പം മിണ്ടാതിരിക്കാനാണോ പറയുന്നത്? ഇത് എവിടുത്തെ ന്യായമാണ്? കള്ള് കുടിച്ചിട്ട് വരുന്നോടാ. CI സാറേ, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കള്ള് കുടിച്ചിട്ടില്ല, ഇനി ഒരിക്കലും കുടിക്കുകയില്ല. ഇതിന്റെ പേരാണ് ശംഭുവിന്റെ ബിയർ ബക്കറ്റ് ചാലഞ്ച്. മദ്യപാനികൾക്ക് വേണ്ടിട്ട്. ഇതാ കണ്ടോ, ഇതാണ് ശംഭുവിന്റെ ബിയർ ബക്കറ്റ് ചാലഞ്ച്. ബിയർ ബോട്ടിൽ പൊട്ടിക്കടാ. ഹലോ, മദ്യപിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ ഈ ചലഞ്ച് ചെയ്യുകയേ വേണം. മദ്യപാനം നിർത്താൻ താല്പര്യമുള്ളവർ മാത്രം ഈ ബക്കറ്റ് ചാലഞ്ച് എടുത്താൽ മാത്രം മതി. ഈ ചാലഞ്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ
നമ്മുടെ മദ്യപാനവും നിൽക്കും, നമ്മുടെ സഹോദരിമാരും രക്ഷപ്പെടും. കാർ നിർത്ത്. ദേ അങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അവൾ ഇവിടെ ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ? എടി കുടിച്ചത് മതി, ഇങ്ങോട്ട് വാ. വാ വാ, കാർ കയറി വാ. ഒരു മിനിറ്റ്. ഈ കാർ കയറാതെ അവൾ എന്തിനാ ആ കാർ കയറുന്നേ? ഏയ് അവള് കുടിച്ചിട്ട് ആ കാർ കയറിയടാ. ഏയ് ഞാൻ 10 രൂപ അധികം തരാം, ചേട്ടാ വേഗം ഒന്ന് ഓടിക്ക്. ഗോ ഫാസ്റ്റ്, ഗോ ഫാസ്റ്റ്. Come on, baby. Let's enjoy. Leave me. Don't touch Ready? me. ഇത്രയും ഡിമാൻഡ് ഇങ്ങോട്ട് വാ. Help me. രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. ഏയ്, ഏയ്, വിടടാ അവളെ. ദേ, ആരുടെ മാറണം. അങ്ങോട്ട് വാടി. ആരാ നീ? ആഹാ. ഞാൻ ആളാ. Hey, please help. Hey, leave me. Police. വാ, Police. വാ. മലേഷ്യക്ക് കയറുന്നതിന് മുമ്പേ എല്ലാവർക്കും വേണ്ടി ബാച്ചലർ പാർട്ടി അവിടെ അറേഞ്ച് ചെയ്തതാണ്, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അങ്ങോട്ടേക്ക് നീ അവളെ കൊണ്ടുവന്നത്. അന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എടാ നീ ഇത് കഴിക്കടാ. ഇത് ചുമ്മാതെ ഓരോന്ന് പറഞ്ഞോണ്ട്. ദേ കഴിക്ക്, കഴിക്ക്. കുടിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കണ്ടേ? ഛെ, ഇവനെ കൊണ്ട് നിന്റെ ബാച്ചിൽ പാർട്ടി അല്ലേ, നീ കഴിക്കേ. ആ cheers. Hello. ഹലോ. Hi. ഞാൻ സന്ധ്യ. നമുക്ക് രണ്ടുപേർക്കും മലേഷ്യക്ക് പോയാലോ? ഓ, താൻ മലേഷ്യക്ക് പോകുന്നുണ്ട്? കാരണം നമ്മള് രണ്ടുപേരും സെയിം ഫ്ലൈറ്റാ. ഏയ്, വാ ഇങ്ങോട്ട്. വരാൻ. നീ എന്തിനാ അവിടെ പോയിരിക്കുന്നെ? സെൻസ് ഇല്ലേ നിനക്ക്? അവിടെ ഇരിക്ക്. ഏയ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാലോ? കുഴപ്പമുണ്ടോ നിനക്ക്? പ്രോബ്ലം എന്താ? പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ നിന്റെ കൂടെ വരുവാ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, എടി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, നീ പറഞ്ഞാ മനസ്സിലാവില്ലേ? അടുത്ത് വന്ന എല്ലാത്തിനും തട്ടിക്കളയും, തീർത്ത് കളയും. ഓടടാ. പറഞ്ഞാലതിന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഏയ്, ഏയ്, ഹലോ, ഹലോ, ഏയ്, ഹലോ, അയ്യോ, ഓക്കെ. എന്നെ കൂടി നിന്റെ കൂടെ മലേഷ്യക്ക് കൊണ്ടുപോകൂ പ്ലീസ്, പ്ലീസ്. തടിയാ,
ഒന്ന് വേഗം വരുന്നുണ്ടോ? നമുക്ക് ഇവിടുന്ന് വേഗം പോണം. എന്തേ ഇന്ത്യയിലേക്കോ? എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യണ്ടേ? ഞങ്ങൾ ഇന്ത്യക്ക് പോവാ. ഇവിടെ നോക്കി, എനിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, എന്റെ ഒപ്പം വേറൊരാൾ കൂടിയുണ്ട്. ഇനി വേറൊരുത്തനോ? വേറെടുത്തനോ? അതെ, വേറൊരാൾ കൂടിയുണ്ട്. నా జీవితం ఇలా మారిపోతుందనుకోలేదు. హాయిగా సాగిపోతున్న జీవితం, మంచి భర్త, రత్నాల్లాంటి ఇద్దరు పిల్లలు, దీనంతటినీ పొగాకు మార్చేసింది. మొహంపై పెరుగుతున్న ఈ క్యాన్సర్ను ఇప్పుడు తొలగించక తప్పదు. ఇకపై ఏదీ గతంలా ఉండదు. పొగాకు నా జీవితాన్ని నాశనం చేసింది. ఖైనీ, గుట్కా, తంబాకు, జర్దా, పాన్ మసాలా ఇవి జీవితాన్ని చిన్నాభిన్నం చేస్తాయి. ఈ సిగరెట్ గాని బీడీ గాని కాలిస్తే జరిగే నష్టం ఏమిటని నాకు అప్పుడప్పుడు అనిపిస్తుంది. ఇదేనా నా స్ట్రోక్ కి కారణమై నన్ను నా కుటుంబానికి భారం అయ్యేలా చేసేది, లేక నా లంగ్ క్యాన్సర్ కి కారణం అయ్యేది? ఇదేనా నన్ను నోటి క్యాన్సర్, హృదయ రోగం లేదా ఎంపసిమాకి దగ్గర చేసేది? మీరు మళ్ళీ సిగరెట్ గాని బీడీ గాని కాల్చబోయినప్పుడు దాన్ని కాలిస్తే జరిగే నష్టం ఏమిటో ఆలోచించుకోండి. ఈవేళే పొగాకు మానేయండి. సహాయం కోసం 18001112356కి కాల్ చేయండి, లేదా 011229011701కి మిస్ కాల్ ఇవ్వండి. അതെ, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്. ഞാൻ റിസൾട്ട് നോക്കുന്നതിന് വേണ്ടി ഇന്റർനെറ്റ് കഫേയിൽ പോയതായിരുന്നു. പക്ഷെ എന്റെ ബാഡ് ലക്കിന് അത് ബോബിയുടെ നെറ്റ് കഫേ. മണ്ട. അതിനെന്താണെന്നോ എന്തൊരു ത്രില്ലിംഗ് ആണെന്ന് അറിയോ? നിനക്ക് ത്രില്ലിംഗ് കാണിച്ചു തരാം. അന്നത്തെ ആവേശത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങള് അവൻ CC ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവൻ അവിടെ വെച്ച് നിർത്തിയില്ല. എന്റെ പുറകെ അവൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ഒത്തിരി നാളായി ജോലി നോക്കുന്നവരല്ലേ, അത്യാഗ്രഹം ഒന്നും പാടില്ല നമുക്ക്. ആപത്ത് നമുക്ക് തന്നെയാ. അത് തന്നെയാ ഞാനിപ്പോ ചെയ്തിട്ട് വന്നേ. അവൻ എന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളിച്ചു. ഹലോ, ആരാ? ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യം നിനക്കില്ല. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ അരമണിക്കൂറിനുള്ളിൽ എത്തണം. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഏയ് മിണ്ടായിരി. നീ വരും, വരണം, വന്നേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? കൂൾ ബേബി കൂൾ. നീ എങ്ങാനും വന്നില്ലെങ്കിൽ നിന്റെ റൊമാൻറ്റിക് ഫിലിം യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോ പോപ്പുലർ ആകും നീ. അത് മറക്കണ്ട. ഞാൻ പറഞ്ഞെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷനിലായിരുന്നു ഞാനപ്പോ. ആരോടും പറയാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവനൊരു റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന പോലെ എന്നെ നിയന്ത്രിക്കുമായിരുന്നു.
കോൾ ചെയ്ത് എന്തിനാണെന്നാണോ നിനക്ക് പേര്? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നോന്ന് നിനക്കറിയാവല്ലോ. ബ്ലാക്ക്മെയിൽ ആണോ? ബ്ലാക്ക്മെയിൽ ആണോ? നിനക്ക് എന്താ വേണ്ടേ? ഏയ്, എനിക്ക് നിന്നെയും വേണ്ട, നിന്റെ പൈസയും വേണ്ട. എനിക്ക് നീ ഒരു ATM കാർഡ് പോലെ. പൈസ എടുത്തു കഴിഞ്ഞാൽ ഉപേക്ഷിക്കും ഞാൻ. നോക്ക്, ഒരാൾ യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, ഞാൻ പറയുന്നത് പോലെ നീ റൊമാൻസ് വീഡിയോ എടുത്ത് എനിക്ക് MMS ആയിട്ട് അയക്കണം. പിന്നെ ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യില്ല. പ്രോമിസ്. നിനക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അല്ലെങ്കിൽ യൂട്യൂബിൽ നീ ഫേമസ് ആകും. നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഉപയോഗിക്കുന്നു, ഓക്കെ. പക്ഷെ നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് എന്തിനാ വിട്ടത്? നീയും അവനും ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ട്സ് അല്ലേ? ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? പൂജിത 5th റാങ്ക്. താങ്ക് യു ടീച്ചർ. അശ്വിൻ 3rd റാങ്ക്. താങ്ക് യു ടീച്ചർ. ബോബി 2nd റാങ്ക്. താങ്ക് യു ടീച്ചർ. ആൻഡ് സന്ദീപ് 1st റാങ്ക്. ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു ബോബി. നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അവന് സഹിച്ചില്ല. കൈവിടണം. നിനക്ക് എന്താ? നീ എന്റെ ദേഹത്ത് കൈ വെക്കുന്നോ? എന്നാ നോക്കാലോ. എന്ത് നോക്കാന്ന്? എന്താടാ? നിന്നെ ഇങ്ങോട്ടോ കൊല്ലൂടാ ഞാൻ. ആ, എടാ വിടറോ. എടോ, നീ 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 എന്റെ ദേഹത്ത് കൈ വെക്കുന്നോ? എടോ, വിടാൻ. എടാ വിടാൻ. ബോബി മാറ്. ബോബിയെ തല്ലിയത്, ബോബിയെ തല്ലിയത്, ബോബി. ബോബിയെ തല്ലിയത്. അവനാണോ? അതെ. നിനക്ക് ഹുക്ക വലിക്കാൻ ആഗ്രഹമുണ്ടോ? ഏയ് ഇല്ല. ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഞാൻ ഇവിടേക്ക് വന്നെ. വേണമെങ്കിൽ ലെമണേഡ് കുടിക്കാം. കോഫി പിന്നെയും കുഴപ്പമില്ല. ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഇറ്റ്. പബ്ബിൽ പോവാറുണ്ട്, ഡിസ്കോ കളിക്കാറുണ്ട്, ഡാൻസും കളിക്കാറുണ്ട്. പക്ഷേ ആൽക്കഹോൾ മാത്രമില്ല. അത് മാത്രം തോടി. ബോയ് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരായിട്ട് ഡേറ്റിങ്ങിനൊന്നും ഞാൻ പോയില്ല. എന്നെ തൊടുന്ന ആളായിരിക്കും എന്റെ ഹസ്ബൻഡ്. എന്നാ ശരി, പോവാം. ഓക്കെ ഓക്കെ. ആ പയ്യൻ നിന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
സിറ്റിക്ക് ഇത് എന്തു പറ്റി? എവിടെ നോക്കിയാലും പുകയും ചാരവും. ആരും എന്താ ഒന്നും ചോദിക്കാത്തത്? അച്ഛന്മാരെ, സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ശരീരത്തിന് അത്ര നല്ലതല്ല. ഹുക്ക, സീക്രട്ട്, സർദ ഇതെല്ലാം നിങ്ങളെ കൊല്ലുകയേ ചെയ്യുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിചാരമില്ല. നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഈ പൈസ നിങ്ങളെല്ലാവരും വല്ല ചുഴലിക്കാറ്റിലും അപകടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഉപകാരമായിരുന്നു. നമുക്ക് കുറച്ചുകൂടി മനുഷ്യത്വമൊക്കെ കാണിക്കാവുന്നതല്ലേ ഫ്രണ്ട്സ്? നമുക്ക് കുറച്ചുപേരെ സഹായിച്ചു. താങ്ക് യു. എന്തിനാ നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? ഇതാണ് എൻ്റെ അമ്പലം, ഇതാണ് എൻ്റെ സ്കൂൾ. ഇവിടെയാണ് എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇവിടെയുള്ള ആളുകൾ എന്നെ എൻ്റെ അമ്മയെപ്പോലെ സ്നേഹിച്ചു. ഞാൻ ഇവിടെയാണ് വളർന്നത്, ഇവിടെയാണ് പഠിച്ചത്. ഞാൻ ഈ അവസ്ഥയിലെത്താൻ ഈ ഓർഫണേജ് സുഖമല്ലേ? നന്നായിരിക്കുന്നു ചേട്ടാ. നന്നായി പഠിക്കുന്നുണ്ടോ? ഇതമ്മ. താങ്ക് യു മോനെ. അതെ മോനെ, സമ്പാദിക്കുന്ന പൈസ മുഴുവൻ ഇവിടെ കൊണ്ട് തന്നാ നിന്റെ ചെലവിന് എന്തെങ്കിലും വേണ്ടേ? ഇവിടെ നോക്കൂ, ഔറംഗസീബ് ഒരു മഹാരാജാവായിരുന്നു. അദ്ദേഹം സ്വന്തമായി തൊപ്പി ഉണ്ടാക്കിയിട്ടാണ് സ്വന്തം എക്സ്പെൻസ് മീറ്റ് ചെയ്തിരുന്നത്. എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. ഈ ഓർഫനേജിന് എനിക്കൊന്നും തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ സാലറി എനിക്കിവിടെ തരാൻ പറ്റും. അത് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ സമയവും എനിക്ക് തരാൻ പറ്റും. മാം, കുട്ടികളെ നോക്കിക്കോണേ. ഓക്കേ മോനെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. സ്പ്രിത, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്താ? ഐ ലവ് യു. നീ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയാനും മാത്രം കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോ എൻഗേജ്ഡ് ആണ്. അതാരാണ് ആ ലക്കി പേഴ്സൺ? He is my fiancé. അപ്പൊ തൊട്ട് അവന് ഭ്രാന്തായതാ. അവന്റെ മൈൻഡ് മൊത്തം മാറിപ്പോയി. എന്താ തനിക്കാണോ? എടാ സന്ദീപേ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വാ, നമുക്ക് ഈ പരിപാടി അങ്ങ് തീർത്തേക്കാം. എന്ത് ഫിനിഷ് ചെയ്യാൻ? ഓൾറെഡി നിന്റെ പേരിൽ കിഡ്നാപ്പ് കേസ് ഫയൽ ചെയ്തു. സാർ, കംപ്ലൈന്റ് ആണ് സാർ. ആ പറയേ. എന്റെ മോള് പാർട്ടിക്ക് പോയിട്ട് ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. പബ്ബ് പാർട്ടിയാണോ? ഇങ്ങോട്ട് വന്നോളൂന്നേ. എവിടെയെങ്കിലും ബോധമില്ലാതെ കിടപ്പുണ്ടാവും. നാളെ തിരിച്ചു വന്നോളൂന്നേ. ഞങ്ങൾക്ക് പേടിയുണ്ട് സാർ. ഫോൺ ചെയ്താൽ ഇന്റർനാഷണൽ റോമിംഗ് എന്നാ പറയുന്നേ. ഞങ്ങൾ ആകെ പരിഭ്രമത്തിലാണ് സാർ. ഇന്റർനാഷണൽ റോമിങ്ങോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കുന്നത് വരെ എന്ത് വേണമെങ്കിലും ചെയ്തവൻ ആ കല്യാണം മുടക്കും. സന്ദീപ് ബാച്ചിലേഴ്സ് പാർട്ടി കൊടുക്കുകയും നീ ഇന്ന് അവിടെ ഞാൻ പറയുന്ന പെണ്ണിനെ കൊണ്ട് പോകണം. ആ പെണ്ണേതാണ്, നീ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മെസ്സേജ് ചെയ്യും. ശരി, നീ അതുപോലെ ചെയ്താൽ മതി. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇത് വെച്ച് അവൻ നിർത്തുമൊന്നുമില്ല. ഇതിന്റെയൊക്കെ അപ്പുറം ചെയ്യും അവൻ. മാഡം, ബോബി വന്നിട്ടുണ്ട്. അവനോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ആ, സുഖമല്ലേ ചേച്ചി? സുഖമായിരിക്കുന്നു ബോബി. നീ എപ്പോ വന്നു? ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സന്ദീപ ആ തടിയനോട് എന്തു നോക്കിക്കോ. ഇതുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുക്കാതെ. അതെ മാഡം, ഞാൻ വിളിച്ചിട്ടും എടുത്തില്ല ഫോൺ.
പോലീസുകാരൊക്കെ ക്ലിനിക്കിൽ വന്നു. എന്താന്ന് അറിയില്ല മാഡം. എല്ലാരും വിളിക്കാം. ഓ, പന്തലും ക്യാമറയും അവർക്ക് ആ, കൃത്യസമയത്ത് നമുക്കതെല്ലാം വന്നാൽ ചെയ്യണം. കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തില്ലേ? ഹലോ ആൻറ്റി. ആ, എന്താ മോനെ? ഹലോ. ഈ ഹാപ്പി മൊമെന്റിൽ എനിക്കൊരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ബാഡ് ന്യൂസോ? എന്താ മോനെ? ഒരു പെണ്ണ് ചതിക്കപ്പെടുന്ന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? മനസ്സിലാവുന്നില്ലല്ലോ. എന്താന്ന് വെച്ചാ പറ. എനിക്കത് പറയാൻ പറ്റില്ല അങ്കിൾ. വേണമെങ്കിൽ നേരിട്ട് കണ്ടു. മോളെ, നീ ഇതൊന്നും നോക്കിയേ. ഒരു ഫ്രണ്ടാന്ന് വിചാരിച്ചപ്പോ കൂടെ ഒന്ന് ചതിക്കുന്നു. അമ്മമാരെ കൊണ്ട് മതിയായി. ടോർച്ചറിങ് സീരീസ് പോലെ തരുന്നത്. ഇപ്പൊ കൗണ്ടറിനുള്ള സമയമായി. ഇനി നേരിട്ട് ചെന്ന് ഈ കളി അങ്ങ് തീർത്തേക്കാം. വാ. സർ, ഫ്രണ്ട് എന്ന് പറഞ്ഞ എൻ്റെ കൂടെ അഭിനയിച്ച് എൻ്റെ കൂടെ നടന്ന് എന്നോട് കോമ്പീറ്റ് ചെയ്ത് എന്നെ ലൈഫിൽ തന്നെ അടിച്ച് താത്തിക്കളഞ്ഞു സർ. അവൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. ഞാൻ അവനോട് കോമ്പീറ്റ് ഒന്നും ചെയ്തിട്ടില്ല സർ. ഒരിക്കലും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചെന്നേ ഉള്ളൂ സർ. പക്ഷെ അവൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന പരിപാടിയൊന്നും ശരിയല്ല സർ. ആ പെൺകുട്ടീനെ തന്നെ നോക്ക്. ഒരു സെൽഫോണിന്റെ ബലത്തിൽ അവളെ വെച്ച് കളിക്കാവൻ അടുത്തു സർ. എൻ്റെ സർ, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനായിട്ട് അവന് റൊമാൻസ് ചെയ്യണം അത്ര. മണ്ടനാക്കിയല്ലേ സർ. ഞാൻ മലേഷ്യയിൽ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ മൊത്തം കാര്യങ്ങൾ നശിപ്പിച്ചു സർ. സർ, എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലല്ലേ സർ വേണ്ടത്? അതിപ്പോൾ അവൻ്റെ കയ്യിലാണ് സർ. അതെ, ആ തടിയനെ കണ്ടില്ലേ? മലേഷ്യയിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞ് ഒരേ ടോർച്ചറാണ്. അവൻ ഇമാജിൻ ചെയ്തവരൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് എടുത്തു സർ. ഫ്രണ്ടിനെ പോലെ നിന്നിട്ട് അവൻ എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സർ. ഷോക്കിംഗ് ആണ് സർ. സർ, കിഡ്നാപ്പ് കേസ്, പോലീസ്, ഫോൺ കോൾസ്. എൻ്റെ അമ്മോ, അന്ന് കണ്ണു കുടിച്ച് എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, സാറിനെ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എൻ്റെ കണ്ടീഷൻ എന്തായി തീരും വിട്ടുപോയില്ല സർ. സാറിനെ കണ്ടപ്പോൾ എനിക്കൊരു ഹോപ്പുണ്ട് സർ. ഇതിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാർ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഒരു വഴി കാണിച്ചാൽ സർ. ഗോപാൽ, Yes, sir. ആ ബോബിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻക്വയറി ചെയ്യണം. Yes, sir. സാർ, അവനിവിടുത്തെ ഒരു ഫേമസ് ബുക്കിയാണ്. ഈ ക്രിക്കറ്റ് ബെറ്റിങ്ങും വേറെന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ക്രിക്കറ്റ് ബെറ്റിംഗ്. അവന് ഞാനൊന്ന് ബാറ്റിംഗ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അവരതന്നെ ചീറ്റിംഗ് എന്നല്ലേ പറയുന്നത്. നമുക്കും ചീറ്റ് ചെയ്ത് തന്നെ ഈ ഗെയിം എൻഡ് ചെയ്തേക്കാം. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരു കാര്യം ഓർത്തു, നീ ഇപ്പോഴും ഗെയിമിൽ തന്നെ. ഓക്കെ സാർ. പിന്നെ ഈ കിഡ്നാപ്പും കേസും ഒക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സാർ. നീ പ്രേമിച്ച പെണ്ണില്ലേ, അവളെ ആദ്യം പോയി കൺവിൻസ് ചെയ്ത് നീ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. എന്താടാ ഈ കാണിക്കുന്നത്? ഞാൻ പുറത്തിറങ്ങിയാലുണ്ടല്ലോ ചരിത്രം തുടങ്ങും. രാഷ്ട്രീയക്കാർക്ക് പബ്ലിക്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. പക്ഷെ അവരുടെ ഡയലോഗ്സിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഓരോ ഇലക്ഷനിലും അത് തരാം ഇത് തരാന്നൊക്കെ പറഞ്ഞ് അവര് ഓരോ പ്രോമിസുകൾ തരും. കേട്ട് കേട്ട് മടുത്തു തുടങ്ങി. ഒച്ചോ, ഇപ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ആ കിക്ക് വളരെ വലുതായിരിക്കും.
ചെയ്യാന്ന്? ഏയ്. ഞാൻ എന്ത് ഞാൻ പറയാനാ? പറയുന്നൊന്ന് കേട്ടൂടെ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ നീ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കില്ലേ? ഷട്ട് അപ്പ്. എനിക്കെല്ലാം മനസ്സിലായി. സ്പൃഹ, ഇപ്പൊ നിനക്ക് ബോധമുള്ള സമയം. നിനക്കെന്താ? നീ വരുമ്പോഴൊക്കെ ഞാൻ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്നാണോ? അപ്പോ ഒരു പട്ടി നമ്മളെ കടിച്ചാൽ നമ്മൾ തിരിച്ചു കഴിക്കും. പറയും. വേറെ എന്തെങ്കിലും പറയടാ. ഓഹോ, അങ്ങനെ പറഞ്ഞല്ലേ. ശരി, നീ നിന്റെ സിസ്റ്റർ പോയി കാണും. ചേച്ചി, വാ വാ ഇരിക്കി. നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. അതങ്ങനല്ല ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേട്ടു. നീ ഒന്നും പറയണ്ട, ഞാൻ കണ്ടതാണ്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ കുടുംബസ്വത്തിന്റെ ആധാരങ്ങളാ. ഇതൊന്നും എനിക്ക് വേണ്ട. എങ്ങനെയെങ്കിലും പിരിഞ്ഞു മാറി താമസിച്ചാൽ മതി. അതേടാ, ഞാൻ വിചാരിച്ചത് നീ റെസ്പോൺസിബിൾ ആളാണെന്നാ. കല്യാണത്തിന് മുന്നേ ഹണിമൂൺ ആഘോഷിച്ചു പറയാൻ തന്നെ നാണാവുന്നു. എങ്ങനെയാടാ നിന്റെ കല്യാണം നമ്മൾ ഉറപ്പിച്ചതല്ലേ? വേറൊരു പെണ്ണിന്റെ കൂടെ എങ്ങനെ നിനക്ക് ഫ്ലേർട്ട് ചെയ്യാൻ തോന്നുന്നു? അതിനടുത്ത് പോലീസ് വീട്ടിലേക്ക് വന്നു എന്നെ കൊണ്ട് പറ്റില്ല. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രദർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനെല്ലാം കണ്ടത് അതൊക്കെ ചീറ്റിംഗ് ആണെന്നേ. ഇവന്റെ ഫ്രണ്ട് ആ ബോബി കളിച്ച കളി അതൊക്കെ. അല്ലെങ്കിൽ ഈ ജനറേഷൻ ഇങ്ങനെയാ, ഭയങ്കര ക്ലോസ് പോലെ അഭിനയിക്കുകയും ചെയ്യും, പിന്നെ കൂടെ നിന്ന് കുഴി തോണ്ടുകയും ചെയ്യും. ബെറ്റർ ഓപ്ഷൻ എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും റെഡിയാ. ആ ബോബിയെ കണ്ടില്ലേ, നല്ലവരെ പോലെ നടിച്ചിട്ട് കൂടെ നിന്ന് പണിതുകൊണ്ടിരിക്കും. പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, ക്രിക്കറ്റ് ബെറ്റിംഗ് ചെയ്യുന്നത്. ഇതിനിടയിൽ അവന്റെ കണ്ണ് ആ സ്മിതയുടെ മേലെത്തി. അവളെ സ്വന്തമാക്കാനായിട്ടാ അവൾ ഈ കളികൾ മുഴുവൻ കളിക്കുന്നു. ഇനിയിപ്പോ എന്താ? എനിക്കിവിടെ അക്കൗണ്ട് ഉണ്ടോ? എടാ, എന്നാ നിന്റെ കല്യാണം? മാച്ച് 2 മണിക്കാ. മാച്ച് 2 മണിക്കാണ് സാറേ. ഇന്ന് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാച്ചിനാണോ മാരേജിനാണോ വന്നത്? എന്താ മാച്ചിന് വന്നതാ? നടക്ക്. മാരേജ് രാത്രി 2 മണിക്കാ വെച്ചിരിക്കുന്നത്. നല്ലത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ നേരത്തെ വരാൻ പറഞ്ഞത്. ഓക്കെ, എന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. വളരെ സന്തോഷം. സാറിനെ നോക്കണേ. നീ പോയിക്കോ, ഞാൻ കളിച്ചോളാം. സാറേ, കളി തുടങ്ങിയിട്ടാ. നമുക്ക് ഈ കളി നേരിട്ട് കളിക്കാൻ പറ്റിയത് നല്ല രസമായിരുന്നല്ലേ? അത് പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ, നടക്കില്ലല്ലോ. സാറേ, ഒരു കളിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി കാശ് ഇറക്കിക്കൂടെ? സാറിന്റെ പ്രഡിക്ഷൻസ് ഒക്കെ എപ്പോഴും കറക്റ്റ് അല്ലേ സാറേ? നീ ഉറങ്ങിക്കൊണ്ടിരിക്കണോ? ഏയ്, അതൊന്നും ഉദ്ദേശിച്ചല്ല സാറേ. ഇവിടെയാണെങ്കിൽ കയ്യിൽ കാശും ഇല്ല, ദേ ജനറേറ്ററും പോയി കിടക്കുക. സാറേ ഒരു കളി കളിക്ക് സാറേ. പറ സാറേ. ഫസ്റ്റ് ബാറ്റിംഗ് നിനക്കല്ലേ? എന്റെ സാറേ, എനിക്കിത് മതി സാറേ. എനിക്ക് ഫുഡും ബെഡും കിട്ടിയ പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ സാറിന് പരിപാടി? ആ, മനസ്സിലായി. അടുത്തത് 4 ആയിരിക്കും അല്ലേ? അടിപൊളി 4. ഓൾറെഡി കഴിഞ്ഞ കളിയാ അയാളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ബ്ലൂടൂത്ത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണേ. ഞാൻ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തോണം. സാറേ, എനിക്ക് വേണ്ടി ഒരു 10,000 രൂപ ബെറ്റ് വെക്കാവോ സാറേ? 10 ഓവറിൽ 80 റൺസ് അടിക്കുമെന്ന്. അതെ സാർ. എടാ ബോബി, പറയ് സാർ, ഒരു 10,000 രൂപ ബെറ്റ്. ഓക്കെ സാർ. എടാ, നമ്മൾ കിട്ടിവെച്ച പൈസ പോയാലോ? സാറാ ടെൻഷൻ അടിക്കണ്ട. സാറുള്ളപ്പോ കളി തോക്കുന്നു തോന്നുന്നുണ്ടോ സാറിന്? എല്ലാം 6 സാറേ. കണ്ടില്ലേ അടിക്കുന്നത്? അടുത്തത് 4. അടുത്തത് അടിക്കടാ. സാറേ 6.
is a scorching. He'll go again. Oh, that's gone a long way into the stands. Oh, this time it's a full toss. Oh, it's got the same treatment. നമുക്ക് 10,000 അടിച്ചു സാറേ. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം സാറേ. പ്ലഗ് പ്ലഗാ? പ്ലഗ് സാറേ. പ്ലഗ്. പ്ലഗ്. ഓ ഇഡിയറ്റ്. അതാണ് നീ ഉദ്ദേശിച്ചത്? അതെ. അടുത്ത ഓവറിൽ 100 തികയ്ക്കും സാറേ. 1 ലക്ഷം. ലക്ഷോ? സാറ് അതിന് ടെൻഷൻ ആവുന്ന. സാറ് പറഞ്ഞ അതാ അവര് അടിക്കില്ലേ? കണ്ടില്ലേ അടിക്കുന്നത്? Just into the stands. എടാ ബോബി, സാർ. 1 ലക്ഷം രൂപ ബെറ്റ്. ഓക്കെ സാർ. ഓക്കെ. ബാറ്റിംഗ് കണ്ടോ? Oh, yes! Yes! Oh, that's as big as you get. 6 number 29 in this. Oh, it's gone. And it's gone far. 150 for Chris Gayle. ലക്ഷം സാറേ, നമുക്ക് 1 ലക്ഷം കിട്ടി. ഇതുവരെ ഒന്നും ഇല്ലായിരുന്ന നീ ലക്ഷാധിപതിയായല്ലേ? Bowling action, it hasn't worked again. പിന്നെ ഞാൻ പോയിട്ട് വരാം. സാറേ, സാറാണ് 4, സാറാണ് 6. യെസ്, ഐ ആം 4, ഐ ആം 6, ഐ ആം ബൗണ്ടറി. ക്രിക്കറ്റിന്റെ വിശ്വരൂപം ഞാൻ കാണിച്ചു തരാടാ. ജസ്റ്റ് വെയിറ്റ്. എടാ ബോബി, ഫൈൻസ് റേറ്റ് എത്രയാടാ? 22-23. 23 ഫാൻസി ആണ് സാർ. ഓക്കെ, 50 lakhs ബെറ്റ്. 50 lakhs. യെസ്. ഓക്കെ സാറേ, മനസ്സിലായോ? സാറാണ് സാറേ 4, സാറാണ് 6. ഇത് എന്തായാലും ജയിക്കും സാറേ. സാറ് ടെൻഷൻ അടിക്കണ്ട. Come on, hit. Oh, Come on, hit. Come on, hit. Bhubaneswar Kumar has been dispatched. Oh, wow! Sick! Hit. Boom! Has he got all of that? It's now the highest score ever. Yes, I am legendary. I am cricket. Cricket I am. 63 for 5. Congratulations all round. നമ്മൾ കള്ളുകുടിച്ച് കഴിഞ്ഞല്ലേ? നീ കാലിന്ന് തിരുമിക്കേ, ഞാൻ കാണട്ടെ. ഡ്രിങ്ക്സ് കഴിഞ്ഞ പിന്നെ എന്താടാ വരിക? ഒന്നും അറിയാതെ വിളിയടാ. ആരെയാ സാറേ? ഹലോ. അടിപൊളിയാ സാറേ. സാറ് വിളിച്ചതും ആളുതേ എത്തി. അതേടാ. എടാ, ഈ 6 അടിക്കുമ്പോ ഡാൻസ് കളിക്കുന്നവരുടെ പേരെന്താടാ? അത് നിനക്കറിയല്ലേ? ആരടാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവരാ? ചീസ് ഗേൾസ്. ചീൽസ് ഗേൾസ് അല്ലടാ, ചീർ ഗേൾസ്. വിളിയടാ. ഹലോ ബോബി. പറയ് സാർ. ക്യാഷ് അയക്കടാ. സ്പോർട്സ് സെറ്റിൽമെന്റ് അല്ലേ നമ്മുടെ ഇടയിലെ ഡീല്. അയാൾക്ക് നീ 2 പെഗും കൂടെ ഒഴിച്ചു കൊടുക്ക്. ഓക്കെ, അപ്പൊ അയാൾ കയറ്റി വെച്ചോളും. ഇത്രയേ ഉള്ളൂ? വേറെന്തെങ്കിലും വേണോ? ഓ ഇതെടാ, ഇത് കണ്ടില്ലേ? ക്യാഷ്. ക്രിക്കറ്റ് ലെജൻഡറി. എടുക്ക് മോളെ. ഒരെണ്ണം കൂടെ വേണോ? ഇനി വേണോ? അവിടെ വേണോ? കമാൺ കമാൺ, എടുക്ക്. നീ എടുത്തോടാ. എൻജോയ് എൻജോയ്. ബോബി. യെസ് സർ. യെസ്, സ്പീക്കിംഗ്. 1 കോടി രൂപയുടെ ബെറ്റടാ. 1 crore ബെറ്റ്. 1 crore സാർ? അതേടാ, 1 കോടി രൂപയുടെ ബെറ്റ്. ഓക്കെ സാർ. Come on, hit. That's going to be out, I reckon. Yeah, it is. Go. Got him. Good catch. That is a big one, but it's up in the air. Will it be taken? A.B. de Villiers under it. Takes it. Oh, it's up in the air. This will be taken. Virat Kohli. Bowled him. That knocked him off. എടി, എന്താടി കിടന്ന് ഡാൻസ് കളിക്കുന്നത്? ഇറങ്ങിപ്പോടി.
വാ നമുക്ക് എസ്കേപ്പ് ആവാം. നിക്ക് ഞാനുണ്ട്. നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കുമ്പന്മാരുടെ മേളം, പാണ്ടി മെയ്യാണ്ടി മേളം, തകിടോരം തന്നെ. വാ നമുക്ക് പോവാം. വാ. ബോബി സാറിന്റെ ഡബിൾ ഗെയിം കളിച്ചാണ് സാർ. സാർ പെറ്റുവെച്ച മാച്ച് ഇന്ന് രാവിലത്തെ മാച്ചായിരുന്നു. ഓൾറെഡി കഴിഞ്ഞു പോയ കളിക്കവൻ എന്നെ കൊണ്ട് ബെറ്റ് വെപ്പിച്ചല്ലേ? അതെ സാർ. എടാ ബോബി, നീ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണോടാ. 8ന്റെ പണി ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടാ. താങ്ക് യു. സ്റ്റാർട്ട്. എടാ 1 ലക്ഷം തരാണ്ട് മറക്കല്ലേ. നീ കൊള്ളാലോ. നിന്റെ പരിപാടി എനിക്ക് ഇഷ്ടായിട്ടാ. എവിടെ നോക്കിയാലും ഓരോ ലക്ഷം വെച്ചല്ലേ മേടിക്കുന്നേ. എന്നിട്ട് പെമ്പിള്ളേരെ കൂടെ കറങ്ങി നടക്കും. പെമ്പിള്ളേര്, കാറ്, നിന്റെ ജീവിതം സുഖമാണല്ലോ അളിയാ. എന്റെ 1 ലക്ഷം എടുത്തേ. നിനക്കിപ്പം കുടിക്കാൻ 1 ലക്ഷം തരണോ ഞാൻ? അത് കുടിക്കാനാണോ അല്ലോ? നീ എന്തിനാ അന്വേഷിക്കുന്നേ? ഞാൻ നിന്റെ കാര്യം ചോദിക്കാറില്ലല്ലോ. നീ 1 ലക്ഷം എടുത്തേ, ഞാൻ പോട്ടെ. മിണ്ടായിരടാ, മോതയ്ക്കൊന്നും തന്നോണ്ടല്ലോ. മര്യാദയ്ക്കൊന്ന് കാറി കയറ്. സാറ് വലിയൊരു ഹീറോ അല്ലേ സാറേ? സാറ് 1 ലക്ഷം ഇങ്ങോട്ട് താ. നീ ഇപ്പൊ കാറ് കയറുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. എന്നാ നീ എവിടെങ്കിലും പോയി ചാവടാ. നീ പോടാ പോ. എനിക്കറിയാടാ നിന്നെ എങ്ങനെ പണിയണമെന്ന്. നിന്റെ പണി ഞാൻ തീർത്തു തരാടാ. എനിക്കിട്ട് പണിയല്ലേ? ഏയ്, ബോബിയാൽ ബാധിക്കപ്പെട്ടവരാ നമ്മള്. ഒരു സത്യം ഞാൻ പറയട്ടെ, അവന്റെ മാരേജാ ഇന്ന്. ഓർത്തോ? എന്ത് പ്ലാൻ ഇട്ടായാലും അതെന്തായാലും നമുക്ക് തകർക്കണം. കേട്ടല്ലോ? ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. മാരേജ് എങ്ങനെയെങ്കിലും കലക്കണം. മനസ്സിലായല്ലോ? എവിടെ അവൻ? എടാ ബോബി, എവിടെ പോയാടാ ഒളിച്ചിരിക്കുന്നത് നീ? നിന്റെ കല്യാണം ഞാൻ നടത്തി തരാടാ. എടാ ബോബി, എവിടാ നീ? നിങ്ങളാരാ? നീ ഇതിനകത്ത് തലയിടുന്നേ? ആര് നിൽക്കണ കൊണ്ട്? ഞാൻ ബോബിയിലെ അന്വേഷിച്ചു. നീ ഏതാടാ? അല്ല നീ കൊണ്ട് ഇവിടെ? അല്ല നീ നേരത്തെ വന്ന് നിൽക്കുകയാണല്ലേ? നിനക്കെന്നെ അറിയില്ലല്ലേടി? 4ഉം 6ഉം ഒക്കെ കണ്ടോണ്ടിരുന്നപ്പോ അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നീ മറന്നുപോയല്ലേടി? എന്റെ കൂടെ വന്നിരുന്ന് റൊമാൻസ് ഡാൻസ് കളിച്ച് എന്നെ നിനക്കിപ്പോ ഓർമ്മയില്ലല്ലേടി? ചേപ്പാക്കുറ്റി നോക്കി പൊട്ടിച്ചാണ്ടല്ലോ. എവിടാ ബോബി? എവിടാ? ആരാ? എടാ, എന്നെ നീ ചതിക്കാന്ന് വിചാരിച്ചല്ലടാ. നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിച്ചടാ. ഇതിന്റെ അവസാനം നീ കണ്ടോടാ. എടാ, എന്റെ ഭാര്യ എന്റെ കള്ളുകൂടി നിർത്തിച്ചിട്ട് എന്റെ ബെറ്റിങ് നിർത്തിയവരാ അവര്. എന്റെ ലൈഫ് നീ കോഞ്ഞാട്ടാക്കില്ലടാ. വീണ്ടും നീ എന്നെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിച്ചില്ലേ? നിന്നെ വിടില്ലടാ ഞാൻ. നിന്റെ നട്ടല് ഞാൻ ചവിട്ടി ഓടിക്കും. നിന്റെ സ്കിന്ന് മാത്രമേ വെളുപ്പുള്ളൂ, ഉള്ളിനകത്തൊക്കെ കറുപ്പടാ. നീ കെട്ടാൻ പോവല്ലേ? നീ എങ്ങനെ കെട്ടാൻ പോകുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്റെ 1 കോടി നഷ്ടപ്പെടുത്തിയനാ ഇവൻ. എല്ലാരും കേട്ടോ, ഇവൻ നല്ലൊരു ചീറ്ററാ. ഇവന്റെ കൂടെ നിൽക്കുന്ന എല്ലാരും ഇവൻ ചീറ്റ് ചെയ്യും. ഇപ്പൊ ഇതാ ഒരു പെണ്ണിന്റെ കൂടെ ജീവിതം നശിപ്പിക്കാൻ പോവൻ. എടാ, ഒരു പെണ്ണ് നിന്നെ കല്യാണം കഴിക്കത്തില്ല. നീ തന്നെ നിന്നെ കല്യാണം കഴിക്കേണ്ടി വരും. മനസ്സിലായടാ? ഇന്ന് പോടാ. എന്റെ ജീവിതം തുറഞ്ഞ് ഞാൻ വഴിയാതാരമായി.
നീ അവിടെയല്ല പോയിരിക്കേണ്ടത്, ഇവിടെയാ. നീ കേറ് കേറ് കേറാനല്ലേ പറഞ്ഞേ. എടാ ബോബി, നീ ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളുടെ ജീവിതം തകർത്തില്ലേ? അവളുടെ അച്ഛൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? പിള്ളേര് ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാക്കി ഞാൻ ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു. ബോബി, ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയല്ലേ കണ്ടത്. എടാ ബോബി, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ച് കാശിന് വേണ്ടി ചെയ്തു പോയി. അതെല്ലാം എന്റെ തെറ്റാ. പക്ഷെ അത് ഇവൻ കാരണ എനിക്കത് മനസ്സിലായി. എന്റെ ഹസ്ബൻഡ് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. നീ ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? നീ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, നിന്റെ ഫ്യൂച്ചർ റൂയിൻ ചെയ്യരുത്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. നീ ഇപ്പോഴും എന്നെ ഫ്രണ്ടായിട്ട് കാണുന്നു.